നിങ്ങൾ തല്ലിയിട്ടും അടിച്ചമർത്തിയിട്ടും അറസ്റ്റ് ചെയ്തിട്ടും യൂത്തിന്റെ വായ അടപ്പിക്കുകയാണ്. അവരെന്തിനു വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത്? അവരുടെ റൈറ്റ് ആണ്. അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. മാസങ്ങളോളം രാത്രി പകലെന്നില്ലാതെ ഉറക്കമൊഴിച്ച് ഉണ്ടാക്കിയെടുത്ത അവരുടെ ഒരു പഠിപ്പിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ എക്സാം, നിങ്ങൾ എലക്ഷൻ വരെ അട്ടിമറിക്കുന്ന ആൾക്കാരല്ലേ? എലക്ഷൻ അട്ടിമറിച്ചിട്ടല്ലേ ഇപ്പോൾ കുമ്മോജിയും ഈ പാർട്ടിയൊക്കെ ഇവിടെ നിൽക്കുന്നത്? ഇന്ത്യ എങ്ങനെ ഭരിക്കണം എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ അറിയണതല്ലേ? അവരുടെ ബേസിക് റൈറ്റ്സ് ആണ്. നിങ്ങൾ വർഷാവർഷം സെൻസസിൽ ഇടുന്നുണ്ടല്ലോ, ഇന്ത്യന്റെ പൗരത്വം ഒഴിവാക്കി ഒരുപാട് യൂത്ത് ആളുകൾ പുറത്തു പോയിന്ന്. എന്ത് തേങ്ങ കൊണ്ടാ പോണത്? നിങ്ങളെപ്പോലത്തെ ഇതുപോലത്തെ റൂൾസ് കൊണ്ടാണ് അവർ പോണത്. അവർക്ക് പഠിക്കാനും എത്ര കഷ്ടപ്പെട്ടിട്ട് എത്ര ഉറക്കം കളഞ്ഞിട്ടൊക്കെയാണ് ഓരോരുത്തരും ഓരോ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് തോന്നിയ പോലെ ലീക്കായി എന്നിട്ട് വീണ്ടും റീടെസ്റ്റ് ചെയ്യുക. അതിന്റെ എഫേർട്ട് എന്താണെന്നറിയോ? അതിന് ചായക്കട നടത്തിയവർക്ക് ഉണ്ടായി പരീക്ഷന്റെ എഫേർട്ട് അറിയാം. ഇന്നലെ രാത്രി എന്നിട്ട് എല്ലാവരും കടന്നുറങ്ങിയതിനു ശേഷം 11 മണിയാകുമ്പോൾ അയാൾ വരും. എന്നിട്ട് ഒരു ഒരു പത്രസമ്മേളനം നടത്താനുള്ള ധൈര്യം ഉണ്ടാ? ഒരു നാലാള് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാൻ ധൈര്യം ഉണ്ടാ? അതൊന്നും ഇല്ലാണ്ട് 11 മണിക്ക് ലൈവിൽ വന്നിട്ട് കുറെ കുണച്ചു പോയി. ഇന്നലെ രാത്രി ഒന്ന് വന്നിട്ട് നന്ദി പറഞ്ഞു പോയി. ആർക്കാ നന്ദി പറയുന്നത്? ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ മൊത്തം നശിപ്പിച്ചിട്ട് ആളുകൾ അതിന് വേണ്ടിയിട്ട് ചോദ്യം ചെയ്യുമ്പോൾ അവരെ അടിച്ചമർത്തിയിട്ടും കേസെടുത്തിട്ടും മേജർ രവി എന്ത് തേങ്ങ പറഞ്ഞത്? എടാ, കള്ളു കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ അവിടെ വന്ന് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടാ? ഇയൊക്കെ എന്ത് ചാണകം അയക്കോ? പക്ഷെ ഇജാതി ചാണകം ആവരുത്. എനിക്ക് BJP ജയിച്ചതിൽ ഒറ്റ സമയത്ത് മാത്രമേ സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. അതായത് സുരേഷ് ഗോപിന്റെ ജയം കണ്ടിട്ട്. അവനാണെങ്കിൽ അതിനേക്കാളും കഷ്ടാക്കി കളഞ്ഞു. ഇവരെ കൊണ്ട് ഈ നാടിന് ഒരു ഗുണം ഉണ്ടാവില്ല. ഈ യങ്സ്റ്റേഴ്സിന് വരെ അവരുടെ ഒരു റൈറ്റിന് വേണ്ടി പോരാടുന്ന യങ്സ്റ്റേഴ്സിനെ വരെ നിങ്ങൾ കേസ് എടുത്തിട്ടും രാജ്യദ്രോഹിയായിട്ടും അതിനെതിരെ സംസാരിക്കുന്നവർക്കെതിരെ ഈടിനെ വിട്ടിട്ടും ഒരു ഫിലിം സ്റ്റാർസിന് അസിഫിലേക്ക് ഇട്ട പോസ്റ്റിന്റെ താഴെ സംഖ്യകൾ വന്നിട്ടിട്ട കമന്റുകൾ നിങ്ങളൊന്ന് കാണണം. എന്തിന് നിങ്ങൾ ഇതിന്റെ പേര് നോക്കിയാണ്? നിങ്ങൾ പേര് നോക്കി പ്രതികരിക്കണം എന്തിനാ? ഇത് നമ്മളുടെ ഇടയിലുള്ള ഒരു പ്രശ്നം. നാളെ എൻ്റെ കുടുംബത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ ആരെങ്കിലും ഇതുപോലെ പരീക്ഷന്റെ വിഷയം കൊണ്ട്, ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, അവരുടെ പാന്റ് വരെ മുറിച്ചിട്ടും പിന്നെ ഈ ഷർട്ടിന്റെ ഇടയിൽ വരെ കൊള്ളിട്ട് തിരികിയിട്ടൊക്കെയാണ് അവരെ പരീക്ഷയ്ക്ക് ഓൾറെഡി കൊണ്ടുപോകുന്നത്. എന്നിട്ട് നിങ്ങൾ അതിൽ അട്ടിമറി ചെയ്യുക. എന്നിട്ട് അതിന്റെ പേരിൽ ആളുകൾ പുറത്തിറങ്ങി നടക്കുക. 13ഓളം അറസ്റ്റ് ഞങ്ങൾ അതിവേഗം കോടതി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നിങ്ങൾ എത്ര പാവപ്പെട്ട ആൾക്കാരെയാണ് അവിടെ തല്ലിച്ചതച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിൽ ഇടപെട്ട ആളുകളൊക്കെ ഇനിയിപ്പോൾ എൻ്റെ അക്കൗണ്ട് നാളെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല, എത്ര ഫോളോവേഴ്സ് കുറയുന്നുള്ളത് എനിക്കറിയില്ല, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ സംസാരിക്കണ്ടേ? നമ്മുടെ യുവത്വത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കണ്ടേ? എഡ്യൂക്കേഷൻ സിസ്റ്റം ശരിയല്ലാന്നുണ്ടെങ്കിൽ ആളുകൾ ജോർജിയയിലും ചൈനയിലും അവിടെ ഇവിടെയൊക്കെ പോയി പഠിച്ച് ജർമ്മനിയിലൊക്കെ സെറ്റിൽ ആവുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഈ നാറിയ പരിപാടികൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ്. എന്നിട്ട് രാത്രി 11 മണിയാകുമ്പോൾ അയാൾ വരും ലൈവില്. എന്ത് ഉളുപ്പില്ലാത്ത പരിപാടിയാണ് അതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണവരെയും അവരെ സപ്പോർട്ട് ചെയ്യണവരും ഒക്കെ നിങ്ങൾ എതിർക്കുക. അവരെ നിങ്ങൾ രാജ്യദ്രോഹിയാക്കുക. ഈ രാജ്യത്ത് നിങ്ങൾ തുടരുന്ന തന്നെ വെറും അട്ടിമറിയും ഇലക്ഷനിനുള്ളിൽ തിരികെ കയറ്റിയിട്ടൊക്കെയാണ് നിങ്ങൾ ഭരണം തന്നെ നടക്കുന്നത്. എന്നിട്ടാണ് നിങ്ങൾ ആ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഇടയിൽ കയറിയിട്ട് അവരെ തല്ലിച്ചതക്കാനും അവർക്ക് കള്ളുടിക്കാനും പെണ്ണുങ്ങളെ കാണാനുമാണ് ഈ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഉളുപ്പുണ്ട കുറച്ചെങ്കിലും? ഒന്ന് രാജിവെച്ചിട്ട് ഇറങ്ങി പോവാൻ നോക്കട ചെങ്ങായി. അതിന് കഴിവുള്ള ആൾക്കാരെ നിർത്ത്. ഒരു സിസ്റ്റത്തിനെയും ഒരു രാജ്യത്തിനെയും മുഴുവൻ പറയിപ്പിക്കാനായിട്ട് കുറെ ചേറ്റകൾ ഉണ്ടായിട്ട് അത് എന്നിട്ട് ആ ചെറിയ മക്കളെ നിങ്ങളെ തല്ലുക, യുവത്വത്തിനെ നിങ്ങളെ തല്ലി അടിച്ചമർത്തുക. ഇത് രാജഭരണമായിട്ടാണ്. ജനങ്ങൾ ജനാധിപത്യം അതൊന്നും ഇവിടെ കാണാനില്ല. ചെറിയ മക്കളെ പോലും തല്ലി ചതച്ചിട്ട് നിങ്ങൾ നേടുക. എന്ത് നേടി എന്നുള്ളതും കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ.